അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പള്ളിയിൽ മൊബൈൽ ഉപയോഗം വളരെ പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. നമസ്കാര സമയത്ത് റിംഗ്ടോൺ അടിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്തിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് കോള് വരുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനെ പള്ളിയിൽ നിന്ന് സംസാരിക്കുക, ഈ രൂപത്തിൽ പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, പള്ളികളിൽ മൊബൈലുകൾ ഉപയോഗിക്കുകയും റിംഗ്ടോൺ അടിക്കുകയും അതുവഴി നമസ്കരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കാര്യവും പള്ളിയിൽ പാടില്ല. എത്രത്തോളം നമ്മുടെ കണ്ണുകളെ വശീകരിക്കുന്ന ചിത്രങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ലെന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ ഒരു പുതപ്പ് ശ്രദ്ധിച്ചു. ആ പുതപ്പിലെ കൊത്തുപണികൾ അല്ലെങ്കിൽ ആ പുതപ്പിലെ ചിത്രപ്പണികൾ പ്രവാചകന്റെ കണ്ണിനെ ആകർഷിച്ചു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ വഴക്കിടുന്നത് അഥവാ ശകാരിക്കുന്നത് കാണാൻ കഴിയും. ആയിഷ, അത് എൻ്റെ അടുത്ത് നിന്ന് മാറ്റൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ നമസ്കാരത്തിൽ കാഴ്ച കൊണ്ട് പോലും നമ്മുടെ ശ്രദ്ധ തെറ്റുന്ന ഒന്നും പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ലെങ്കിൽ ഈ റിംഗ്ടോൺ അടിക്കുക, നമസ്കാരത്തിൽ ഇതുപോലെ ശബ്ദങ്ങൾ മൊബൈലിൽ നിന്നുണ്ടാവുക, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മളൊക്കെ ജാഗരൂകരാകണം. പള്ളിയിൽ പോകുമ്പോൾ ഒന്നെങ്കിൽ മൊബൈൽ വാഹനത്തിൽ വെക്കുക, അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെക്കുക. നമസ്കാര ശേഷം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഉപയോഗിക്കുക. ഇതാ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക. ഇതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം, നമസ്കാരത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകണം. നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖുശൂ. ആ ഖുശൂ നഷ്ടപ്പെടുത്തുന്ന, അത് നമ്മുടേതാവട്ടെ മറ്റുള്ളവരുടേതാവട്ടെ, ആ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന കുല്ലുക്കും മുനാജിൻ റബ്ബഹു, നിങ്ങൾ എല്ലാവരും നമസ്കാരത്തിൽ അള്ളാഹുമായി സംസാരിക്കുന്നവരാണ്. ഫല യുദയന്ന ബഅദുകും ബഅദ, അതുകൊണ്ട് പരസ്പരം ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വല യർഫഅന ബഅദുകും അലാ ബഅദിൻ ഫിൽ ഖിറാഅ, ഖിറാഅത്ത് നടത്തിക്കൊണ്ട് പോലും പരസ്പരം ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ ഖിറാഅത്ത് കൊണ്ട് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലെന്നാണ്. അപ്പൊ ഈ മൊബൈൽ റിംഗ്ടോണിന്റെ കാര്യം, മൊബൈലിലുള്ള വീഡിയോസിന്റെ ശബ്ദത്തിന്റെ കാര്യം, മൊബൈലിൽ നിന്ന് വരുന്ന സംഗീതത്തിന്റെ വിഷയം, ഇതൊന്നും എടുത്ത് പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, മനക്കല സൂമൻ ഔ ബസ്വലൻ ഫലയതസിൽന, ചില ഹദീസിൽ കാണാം, ഉള്ളി തിന്നുകൊണ്ട് അല്ലെങ്കിൽ സവാള തിന്നുകൊണ്ട്, വെളുത്തുള്ളി തിന്നുകൊണ്ട് പള്ളിയിൽ വരുന്നവൻ, ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിൽ വരുന്നവൻ അവൻ എന്നിൽ നിന്ന് മാറി നിൽക്കട്ടെ. അതേപോലെ വൽയഅ്തസിൽ മസ്ജിദന, നമ്മുടെ പള്ളിയിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന ഹദീസ് കാണാൻ കഴിയും. അതായത് വാസന കൊണ്ട് പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് കാഴ്ച കൊണ്ടോ ദൃശ്യങ്ങൾ കൊണ്ടോ വാസന കൊണ്ടോ കേൾവി കൊണ്ടോ ഒരു നിലയിലും ഉപദ്രവിക്കാൻ, അവർക്ക് പ്രയാസമുണ്ടാക്കാൻ, നമസ്കാരത്തിന്റെ ഖുശൂ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഖിറാഅത്ത് നടത്തിക്കൊണ്ട് പോലും, അതായത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഖിറാഅത്ത് കാരണം അടുത്ത് നിസ്കരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ മൊബൈൽ ഉപയോഗം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഗൗരവത്തിൽ കാണുകയും, നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സൈലന്റ് ആക്കുക, അല്ലെങ്കിൽ വാഹനത്തിൽ വെച്ചിട്ട് പോവുക. പള്ളിയിൽ ഒരിക്കലും കോൾ ചെയ്യുവാനോ വീഡിയോസ് കാണുവാനോ അതേപോലെ പാട്ട് കേൾക്കുവാനോ ഒന്നും നാം അതിനുവേണ്ടി ഉപയോഗിക്കരുത്. ഈ മ്യൂസിക്കും ബഹളവും ഒക്കെ നമസ്കാര സമയത്ത് അടിക്കുക എന്നുള്ളത് വളരെ തെറ്റാണ്, ഹറാമാണ്, മക്രൂഹാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. നാം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.